ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 181 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാബെന്ന് ചിന്തിക്കുന്നത് ദാവീദ് ശൗലിന്റെ മുമ്പിൽ എത്താനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഇശായിയുടെ 3 ആൺമക്കൾ ശൗലിന്റെ പടയാളികളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 ശമൂവേൽ 17:17 തൻ്റെ മക്കളുടെ ക്ഷേമമറിയുന്നതിന് വേണ്ടി ദാവീദിനെ അയക്കുന്നു. ഒരു പറ മലര് 10 അപ്പമെടുത്ത് സഹോദരന്മാർ കൊടുക്കാൻ പറഞ്ഞു. ദാവീദ് അവിടെ എത്തി. സഹോദരന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ ദൂരെ വലിയ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവൻ്റെ ഉയരമെന്ന് പറയുന്നത് 6 മുഴവും 1 ചാണും. 6 മുഴമെന്ന് പറഞ്ഞാൽ 9 അടി, 1 ചാണെന്ന് പറഞ്ഞാൽ അരയടി, 9.5 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ. അവന്റെ പേര് ഗോലിയാത്ത്. അവൻ വന്ന് എന്നും വെല്ലുവിളിക്കുകയാണ്. ആരുണ്ട് ധൈര്യമായി വരിക? എല്ലാവരും പരാജയപ്പെട്ട് ഭയപ്പെട്ട് പോകുമ്പോൾ അഭിഷിക്തനായ ദാവീദ് അവനെ കണ്ടു. അവൻ തീരുമാനിച്ചു, ഇവനെ കൊല്ലണം, ഇസ്രായേലിനെ രക്ഷിക്കണം. അവൻ വന്ന് നിന്ദിക്കുന്നത് മൂത്ത സഹോദരന്മാർ ഏലിയാവും ഇവരെല്ലാം കേൾക്കുന്നെങ്കിലും ദാവീദ് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ഒരാളോട് പറഞ്ഞു, ഞാൻ ഇവനെ കൊല്ലും. ഇത് മൂത്ത സഹോദരന്റെ അടുക്ക ചെന്നപ്പോൾ അവൻ കോപിച്ചു. കോപിക്കുവാൻ പല കാര്യങ്ങളുണ്ട്. അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അന്നു മുതൽ ഈ സഹോദരന്മാരെല്ലാവരും അവനെ പകച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അത് പ്രതികാരം തീർക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നീ മരുഭൂമിയിൽ കുറെ ആടുകളെ വിട്ടിട്ട് നീ യുദ്ധം കാണാൻ വന്നിരിക്കുകയാണോ? ഇവരുടെ ചിന്ത മുഴുവൻ അഭിഷേകം ലഭിച്ചെങ്കിലും ആടുകളെ തീറ്റുന്ന പണി വിട്ടിട്ട് വേറൊരു പണിക്ക് പോകുവാൻ ഇവർക്ക് താല്പര്യമില്ല. ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ, അഭിഷേകം എന്ന് പറയുന്നത് ദൈവം തൻ്റെ സമയത്തെ ഉപയോഗിക്കും. ദാവീദ് പറഞ്ഞു, എത്ര ക്ഷമയോടാ, ഞാനൊരു വാക്ക് പറഞ്ഞതേ ഉള്ളല്ലോ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. അവൻ മാറി പലരോടും പറഞ്ഞു, അവനങ്ങനെ ഭീരുവായി പോകുന്നില്ല, ഇവൻ ബാലകനാന്നേ, ഇവൻ അധികം വലിപ്പമൊന്നും കാണാൻ സാധ്യതയില്ല. ശൗൽ ഈ വിവരം അറിഞ്ഞു. ശൗൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവനെ എങ്ങനെങ്കിലും പിന്തിരിപ്പിക്കാൻ നോക്കി. കാരണം ഇവനല്ല, ഇവനെ പോലെ 100 പേര് വന്നാലും മല്ലനായ ഗോലിയാത്തിനെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്നുള്ള ചിന്ത ശൗലിൽ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ ഗോലിയാത്തുമായിട്ടുള്ള പോരാട്ടത്തില് ഇവനെ ആരും സപ്പോർട്ട് ചെയ്യുകയില്ലെന്നും ശൗലിനറിയാം. അതുകൊണ്ടാണ് പൊക്കോളാൻ പറഞ്ഞത്. എങ്കിലും അവന്റെ അഭിഷേകത്തിന്റെ ശക്തി കത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങൾ വരുമ്പോഴാണ്
നമ്മളിലുള്ള അഭിഷേകത്തിന്റെ പവർ ജ്വലിക്കുന്നത്. അത് നമ്മുടെ കഴിവൊന്നുമല്ല. അന്നേരമാണ് നമുക്ക് ഒരു ധൈര്യം ഉണ്ടാകുന്നത്. നമ്മുടെ ദൈവദാസന്മാരായിരിക്കുന്നവർ പ്രാരംഭ കാലയളവിൽ അവർ കുറച്ചുപേരും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പവർ, ഒരു അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒറ്റ വാക്കി പറഞ്ഞാൽ കാശ്മീർ വരെയും സുവിശേഷം അറിയിക്കുവാൻ പ്രേരിപ്പിച്ചത് അവരുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ഈ അഭിഷേകം വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതല്ല, ഇത് പകരം കൊടുക്കാനും പറ്റുന്നതല്ല, ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതാണെന്നും കൂടെ ഒരു ദൂതെ ഞാൻ. പക്ഷെ ദാവീദ് പിന്മാറുന്നില്ല. ദാവീദ് ഇവനെ കൊല്ലുവാൻ ഒരു പവർ അവൻ ലഭിച്ചു. അവൻ പലരോടും പറഞ്ഞ് ഒടുവിൽ 1 ശമൂവേൽ 17:37 ദാവീദിനോട് പറയുകയാണ്, ശൗലേ നീ ചെല്ലുക. കാരണം ശൗലിനും ഏറെക്കുറെയൊക്കെ മനസ്സിലായി ഇവനോട് ഇതുവരെ ആരും മല്ല് പിടിച്ചിട്ടില്ല. എന്നാൽ ഇവൻ പോയി മല്ല് പിടിച്ചിട്ട് എന്തായി തീരും എന്നൊന്ന് ചിന്തിച്ചും കാണും. അത് ഒരു വാക്കൂടെ ചേർത്ത് പറഞ്ഞു, യഹോവ നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതാണ് ഏറ്റവും ബലമുള്ളത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല. അല്ല, ദൈവമില്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവഹിതമല്ലാത്ത പദ്ധതിയാണെങ്കിൽ പരാജയം നമ്മുടെ മുമ്പിലുണ്ട്, പുറകിലുണ്ട്. എന്നാൽ ആരുമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയമെന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഗ്നി പരിശോധനയിൽ കൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നാലും ആരും നമുക്കൊരു അനുകൂലമായ വാക്കു പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നൊരു സന്ദേശം കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. ശൗലിന്റെ വാക്ക് ദാവീദിന് ബലമായി തീർന്നു. അവൻ യുദ്ധത്തിനായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞു. അവനിനി പുറകോട്ടില്ല. അവനറിയാം, ഇവൻ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ എന്നോട് കൂടെ ഉണ്ട്. ഇന്നുകൊണ്ട് അവസാനത്തെ ദിവസമാണെന്ന് ദാവീദ് തീരുമാനിച്ചു. സമയത്തിന്റെ കുറവുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത സമയം ബാക്കി ക്ലാസ് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഒരുപാട് പ്രാർത്ഥനക്കാരെ നമുക്ക് ആവശ്യമാണ്, പ്രാർത്ഥിക്കുന്ന വീരന്മാരെ ആവശ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരുപാട് പീഡകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശു വരാറായി. ഒരുങ്ങുക, ഭാരത ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.